കെ ശൈലജ എന്റെ പഴയ പരിചയക്കാരിയാണ്. ദീർഘവർഷങ്ങളായിട്ട് എനിക്ക് അവരെ നേരിട്ട് അറിയാം. അവർ അധ്യാപിക മാത്രമായിരുന്ന കാലത്ത് അറിയാം, അവർ രാഷ്ട്രീയ നേതാവായിരുന്ന കാലത്ത് അറിയാം, പിന്നെ അധ്യാപക ജോലി ഉപേക്ഷിച്ച ഈ കാലത്തെല്ലാം അറിയാം എനിക്ക്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ ചെയ്ത ഒരു പണിയാണത്. അതിനപ്പുറം ഒരു പ്രാധാന്യമില്ല. കാരണം കെ ശൈലജക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നെന്ന് പറയുന്നു. ഉണ്ടാവും, എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഈ ഷാഫി പറമ്പലിനെതിരായിട്ട് എത്ര സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്? ഷാഫി പറമ്പല് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ അയാൾ BJPയുടെ ഏജന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നില്ലേ? അതിനു വേണ്ടിയിട്ട് എത്ര വീഡിയോകൾ ചിലവഴിയുന്നുണ്ട്? അതാണ് ഞാൻ നേരത്തെ സംസാരിച്ച ആളുകൾ പറയുന്ന കാര്യത്തിൽ സ്ത്രീ പ്രശ്നം മാത്രമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. അങ്ങനെ പ്രചരിപ്പിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള പാലക്കാട് MLA BJP ആയിട്ട് ഒരു പാക്കേജിന്റെ പുറത്താണ് വടകരയിൽ വന്ന് മത്സരിക്കുന്നതെന്നും അയാള് BJPക്കാരുടെ കൂടെ വഴിയെ കണ്ട BJPക്കാരനോട് ചിരിച്ച ഫോട്ടോ ഒക്കെ പ്രചരിപ്പിക്കുന്ന പണിക്ക് കെ ശൈലജ എന്ത് വിശേഷണമാണ് കൊടുക്കുക? ഇന്നലെ രാത്രി 8 മണിക്ക് ടെലിവിഷൻ ചാനലുകളൊക്കെ തുറന്നു നോക്കുമ്പോൾ എല്ലാ ചാനലുകളും ഭൂകമ്പമാണ്. കേരളത്തിൽ ഒരു അത്യത്ഭുതകരമായ കാര്യം, ശ്രീമതി കെ ശൈലജ എന്ന ഒരാൾക്കെതിരായിട്ട് മാത്രമായി കേരളത്തിൽ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു, ലൈംഗിക അധിക്ഷേപം ഉണ്ടാകുന്നു എന്ന് പറയാണ്. കോവിഡ് കാലത്ത് ഷെൽ കമ്പനികളെ ഉണ്ടാക്കിയിട്ട് നടത്തിയിട്ടുള്ള ഒരു കൊള്ളയെ കുറിച്ച് TV പ്രസാദ് എന്ന് പറയുന്ന കേരളത്തിൽ ഇപ്പോഴും ജേർണലിസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആള് തെളിവുകൾ സഹിതം ഏഷ്യാനെറ്റ് ചാനലിലൂടെ ഒരു ദീർഘമായ ഒരു പരമ്പര ചെയ്തതിനെതിരായിട്ട് തൃപ്തികരമായ ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ല. ഒരു വട്ടം പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കോവിഡിന്റെ കാലമായതുകൊണ്ട് ഇതൊന്നും കിട്ടാനില്ലാത്ത സാഹചര്യമാണ്, അതുകൊണ്ട് വലിയ പൈസക്ക് വാങ്ങിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മലയാളികൾ മുഴുവൻ മരിച്ചൊടുങ്ങിപ്പോകുന്ന പറഞ്ഞത്. സുപ്രീം കോടതിയുടെ 2022 ഒക്ടോബർ 16 മറ്റോന്നാണ് ഞാൻ ഓർക്കുന്നത്. ഡേറ്റ് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇതൊന്നും എല്ലാ ദിവസവും ഓർത്ത് വെക്കാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴാണ് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മറച്ചുവെച്ച മരണസംഖ്യ ഈ പറയുന്ന നാഷണൽ രജിസ്റ്ററിലേക്ക് കൊടുത്തത്. ജനസംഖ്യയിൽ ഇന്ത്യയിൽ എത്രാമത്തെ സംസ്ഥാനമാണ് കേരളം? എത്രാമത്തെ സംസ്ഥാനമാണ്? ജനസംഖ്യയിൽ ഇന്ത്യയിലെ വളരെ താഴെ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ കോവിഡ് മരണങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളത് കേരളമാണ്. പക്ഷെ ഇതിനെ ഐക്യരാഷ്ട്രസഭയും അമേരിക്കൻ ഐക്യനാടുകളും അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ അതൊരു തുക്കള സംഘടന, ഒരുപാട് സംഘടനയുണ്ട്. കേരളത്തിൽ എത്ര ഡോക്ടറേറ്റ് ആയിട്ട് നടക്കുന്ന, നാട്ടിൽ പെട്ടിപ്പിടി നടത്തിയവനൊക്കെ കുറച്ച് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ ഡോക്ടർ ആവുകയാണ്. അങ്ങനെ നടക്കുന്ന ഒരു കേരളമാണിത്. അങ്ങനെയൊക്കെ ആളുണ്ട്, സ്ഥലമുണ്ട്, പൈസ ഉണ്ടാവണമെന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണെങ്കിൽ മഹാരാഷ്ട്രയിൽ വളരെ എഫക്റ്റീവ് ആയിരുന്നു എന്ന് ഈ പറയുന്ന പിന്നീട് നടത്തുന്ന ഞാൻ കോവിഡിനെ വളരെ ആഴത്തിൽ അത് ഉണ്ടായ കാലം മുതൽ പഠിച്ചു നോക്കിയിട്ടുള്ള, വൈദ്യത്തിലുള്ള പഴയ താല്പര്യം വെച്ച് പഠിച്ചു നോക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ത്യയിൽ വളരെ സമർത്ഥമായിട്ട് കോവിഡിനെ നേരിട്ട ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. തുടക്കത്തിൽ അവർ കേരളത്തിൽ നിന്നുള്ള സന്തോഷ് കുമാറിനെ പോലുള്ള ഡോക്ടർമാരുടെ പിന്തുണ വാങ്ങിച്ചിരുന്നു. അവരാണ് മരണത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത് അവിടെയാണെങ്കിൽ 2ാമത് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത് കേരളത്തിലാണ്. ഈ മരണസംഖ്യ സുപ്രീം കോടതി ചെവിക്ക് പിടിക്കുന്ന ദിവസം വരെ മരണസംഖ്യ മറച്ചുവെച്ചത് എത്ര അധാർമികമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കോവിഡ് വന്നു വരും. അതാണ് ഞാൻ കാരശ്ശേരി മാഷ പോലുള്ള ആളുകളോട് പറയുന്നുണ്ട്. ഈ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് മഹതിയാണെന്ന് പറയുന്നതിന് മുമ്പ് ഇത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ വസ്തുത കാണണം. കോവിഡ് വന്ന് മരിച്ച ആളുകൾക്ക് കിട്ടാവുന്ന നിരവധി ധനസഹായങ്ങളും മറ്റുമുണ്ട്. സുപ്രീം കോടതി അന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എത്ര ആയിരം കോവിഡ് മരണങ്ങൾ കേരളത്തിൽ മറച്ചു വെക്കപ്പെടുമായിരുന്നു. ഇതൊക്കെ ചെയ്ത ഒരാളാണ് പോയിട്ട് മത്സരിക്കുന്നത്. കെ ശൈലജ എന്ന് പറയുന്ന അതാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്തവണ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത്? ഒരു ഭാവി മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരു പാർട്ടി, ലോകത്തെ ഏതെങ്കിലും അങ്ങനെ ഒരു പാർട്ടി ചെയ്യുമോ? മാഷെ, കാരശ്ശേരി മാഷോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്യോ? ഒരു പാർട്ടി അതിന്റെ ഭാവി മുഖ്യമന്ത്രിയായി കാണുന്ന ഒരാളെ ജയിച്ച് MLA ആയിട്ട് മന്ത്രിയാകാൻ പോകുമ്പോൾ അങ്ങനെ ഇയാള് മന്ത്രിയാവേണ്ട അടി ഇരിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണോ ആ പാർട്ടിയുടെ നേതൃത്വം ചെയ്യുക? അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ടാക്കി തീർക്കുകയും ഈ പറയുന്ന കെ ശൈലജ എന്ന് പറയുന്ന ശ്രീമതി കെ ശൈലജ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വടകരയിൽ വെള്ളം കുടിക്കുകയാണ്. തോൽക്കാനാണ് വലിയ സാധ്യത തെളിഞ്ഞു വരുന്നത്. കെ ശൈലജ എന്ന് പറയുന്ന അതാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്തവണ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത്? ഒരു ഭാവി മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരു പാർട്ടി, ലോകത്തെ ഏതെങ്കിലും അങ്ങനെ ഒരു പാർട്ടി ചെയ്യുമോ? മാഷെ, കാരശ്ശേരി മാഷോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്യോ? ഒരു പാർട്ടി അതിന്റെ ഭാവി മുഖ്യമന്ത്രിയായി കാണുന്ന ഒരാളെ ജയിച്ച് MLA ആയിട്ട് മന്ത്രിയാകാൻ പോകുമ്പോൾ അങ്ങനെ ഇയാള് മന്ത്രിയാവേണ്ട അടി ഇരിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണോ ആ പാർട്ടിയുടെ നേതൃത്വം ചെയ്യുക?
അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ടാക്കി തീർക്കുകയും ഈ പറയുന്ന കെ ശൈലജ എന്ന് പറയുന്ന ശ്രീമതി കെ ശൈലജ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വടകരയിൽ വെള്ളം കുടിക്കുകയാണ്. തോൽക്കാനാണ് വലിയ സാധ്യത തെളിഞ്ഞു വരുന്നത്. കുഞ്ഞനന്തൻ മഹാനാണെന്ന് പറയുന്നുണ്ട്. ആര്? ശ്രീമതി കെ ശൈലജ. അതാണ് ബോംബ് സ്ഫോടനത്തെ കുറിച്ച് എന്താ പറയുന്നത്? ചെറുപ്പക്കാരുടെ എന്തോ ഒരു ആവേശം കണ്ടു കഴിഞ്ഞാൽ അതാണ് ഞാൻ ഈ മാഷോടൊക്കെ ചോദിക്കുന്ന, മാഷൊക്കെ വളരെ കാലം എത്രയോ തലമുറകളെ വിദ്യാഭ്യാസം ജീവിച്ചുള്ള ആദരണീയനായ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തൊക്കെ നേരിട്ടിട്ടുള്ള എത്ര സൈബർ അറ്റാക്കുകൾ ഉള്ളത്, എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഈ CPM അതിനെക്കുറിച്ച് പറഞ്ഞത്? കടന്നലുകളാണ്. കാട്ടുകടന്നൽ എന്നൊക്കെ പറയുന്ന പ്രസിദ്ധമായ ഇടതുപക്ഷ നോവല്, അതിനൊരു സൈദ്ധാന്തികനുണ്ട് കോഴിക്കോട്, PhD ഒക്കെയുള്ള. ഈ സൈദ്ധാന്തികനാണ് പല ടെലിവിഷൻ ചാനൽ, അയാൾ പരസ്യമായി ന്യായീകരിക്കുകയാണ് ഇത് CPM-ന് വേണ്ടി നടക്കുന്ന ഒരു കടന്നൽ അക്രമമാണ്, കടന്നലുകൾ വിശ്രമിക്കുന്നില്ല എന്ന്. ഈ സംസ്കാരം ആരാണ് കൊണ്ടുവന്നത് എന്ന് ശ്രീമതി കെ ശൈലജയുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത പത്രക്കാർ ചോദിക്കണമായിരുന്നു. ഓർഗനൈസ്ഡ് ആയിട്ട് വേറെ പാർട്ടികളിലും മനോരോഗികൾക്ക് ഒരു ക്ഷാമവും കേരളത്തിൽ, അധികം നടക്കുന്നുണ്ടാവും. പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടായിട്ട് ഈ കടന്നലുകളെന്നും സൈബർ കടന്നലുകളെന്നും മറ്റും പേരിട്ടിട്ട് അതിനൊരുത്തനെ നേതാവാക്കി വെച്ചിട്ട്, ഒരു MLA നേതാവാക്കി വെച്ചിട്ട്, അതിന്റെ പണം ചെലവഴിച്ചിട്ട് ആസൂത്രിതമായിട്ട് കേരളത്തിൽ ഈ പണി തുടങ്ങി വെച്ച പാർട്ടി, നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയും CPM ആണ്.